പാപങ്ങൾക്കും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജാവിനെ സന്ദർശിക്കും. തൊഴിലായ കന്യകമാരവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സാറാ പ്രാർത്ഥന നാഥായി വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും
പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു: ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു: നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോമിശിഹായില് ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മക്കളെ, ഒപ്പം ഇന്നത്തെ തിരുക്കർമ്മത്തിനൊക്കെ കാരണഭൂതനായിരിക്കുന്ന ജോഷി അന്നമ്മ, ഒത്തിരിയേറെ സന്തോഷകരമായ നിമിഷങ്ങളിലാണ് ഇപ്പോഴും ഈ ദേവാലയം. കാരണം മനുഷ്യൻ്റെ മനസ്സ് എവിടെ സന്തോഷം അനുഭവിക്കുന്നു അവിടെ സന്തോഷിക്കുക ആ ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് അവൻ്റെ കുടുംബം, അവൻ്റെ ഇടവക, അവൻ്റെ നാട്, അതിലുപരി ഇന്നേ ദിവസം പരിശുദ്ധ കത്തോലിക്ക സഭ. കാരണം വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന മക്കള് അപ്പനും അമ്മയ്ക്കും താങ്ങായി തീർന്നുകൊണ്ട് പുതിയ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഞങ്ങൾക്കും സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ചെയ്യാനാകും എന്ന് സമൂഹമധ്യേ ഈ രണ്ട് മക്കള് വെളിപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ജന്മം നൽകി വളർത്തി പരിപാലിച്ച അപ്പനും അമ്മയും അവരുടെ ഉറ്റ ബന്ധുക്കളും അകന്ന ബന്ധുക്കളും വിവാഹത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കുന്നു. അതിലൊക്കെ കവിഞ്ഞ രീതിയിൽ നമ്മുടെയൊക്കെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിരിക്കുന്ന തിരുസഭ ഏറെ സന്തോഷിക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു പുതിയ കുടുംബം ഇന്ന് തിരുസഭയ്ക്ക് ഈ മക്കള് സമ്മാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിൽ, ഈ ആലയത്തിലെ വികാരിയച്ഛൻ്റെ പേരിൽ, കൊച്ചച്ഛൻ്റെ പേരിൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ എൻ്റെ പള്ളിയിൽ പെരുന്നാൾ 12 മണിയാവും തീരുമ്പോൾ ഇന്ന് രാത്രിയിൽ വണ്ടി വിളിച്ചു വരിക എന്ന് പറഞ്ഞാൽ നടക്കുമോ? 4 പ്രാവശ്യം ഞാൻ വിളിച്ചു, അവസാനം സമ്മതിച്ചു. രാത്രിയിൽ വണ്ടി ഓടിച്ച് വെളുപ്പിന് ഇന്ന് എത്തി. എന്തായാലും ഒത്തിരി ദൈവാനുഗ്രഹപരമായിട്ടുള്ള ഈ ചടങ്ങ് സാക്ഷിയാകാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി. അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും കുടുംബത്തിൻ്റെ ചില അടിസ്ഥാന ഘടകങ്ങളിലേക്ക്
മക്കളെ കൈപിടിച്ചുയർത്തേണ്ട വലിയ കടമ അപ്പനുണ്ട്, അമ്മയ്ക്കുണ്ട്, മാതാപിതാക്കള്, സഹോദരങ്ങൾ, അയൽവാസികൾ എല്ലാവർക്കുണ്ട്. അതിൽ കവിഞ്ഞ ഒരു ഉത്തരവാദിത്വം എവിടെയൊക്കെ പുരോഹിത ശുശ്രൂഷയാണ് ഏതെങ്കിലും ഒരു വ്യക്തി പുരോഹിതനായി അവരോധിക്കപ്പെടുന്നോ ആ വ്യക്തി എന്താണ് കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് ഏറ്റുപറയേണ്ടത്, പറഞ്ഞു പഠിപ്പിക്കേണ്ടത് തിരുസഭയുടെ കടമയാണ്. ഓരോ വൈദികന്റെ കടമ കുറിച്ച് നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല ഇവിടെ ഒരു വിവാഹം നടത്തുക, മറിച്ച് ദൈവം ആദിയിലെ ഒരു വലിയ പദ്ധതി ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഉൽപ്പത്തി 2:18 അതാ പഠിപ്പിക്കുക. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് അവർ യോജിച്ചൊരു ഇണയെ ദൈവമായിട്ട് തന്നെ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇന്നിവിടെ ജോഷി തന്റെ ജീവിതത്തിലെ ദൈവം തന്നോട് ചേർത്ത് നിൽക്കുന്ന ഇണയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അന്നമ്മ എന്ന ആ വ്യക്തിയില്. അതുപോലെ 7 പേരും ആദ്യ രാത്രിയിൽ തന്നെ അവർ ഒന്നിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. ആദ്യത്തെ 1-2 വിവാഹത്തിന് ശേഷം ഒരു പതിവ് അപ്പം കണ്ടുവച്ചു. എന്തെന്ന് ചോദിച്ചാൽ, വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വരുന്നക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ഈ വ്യക്തികളൊക്കെ അങ്ങ് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കഴിയുമ്പോൾ ഈ 2 വ്യക്തിക്കെന്ന് പറഞ്ഞാൽ ഈ വിവാഹം നടന്ന ആ പയ്യനും അതുപോലെ ആ സ്ത്രീയും ഒന്നിച്ചവൻ ഒരു മുറിയിലേക്ക് കടന്നു കഴിയുമ്പോൾ അപ്പനായവൻ പതുക്കെ അടുക്കളയിലെ പിന്നാമ്പുറത്തുകൂടെ കടന്നു ചെന്നിട്ട് മൺവെട്ടിയുമായിട്ട് പറമ്പിലേക്ക് പോകും. എന്തിനെന്ന് ചോദിച്ചാൽ പതിവ് തെറ്റാൻ പാടില്ലല്ലോ, വലിയ ഒരു കുഴി നിർമ്മിക്കാൻ. ഈ നിമിഷത്തിലാണ് തോബിയാസ് എന്ന് പറയുന്ന ദൈവത്താൽ പ്രേരിതനായിരിക്കുന്ന ചെറുപ്പക്കാരൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരിക. എന്നിട്ട് റഘുവേലിനോട് പറയുന്നുണ്ട്, ഞാൻ താങ്കളുടെ മകളെ വിവാഹം കഴിക്കാം. റഘുവേല് പറ്റുന്ന രീതിയിലൊക്കെ തടസ്സം പറഞ്ഞു പാടില്ല. കാരണം ഇതാണ് അവസ്ഥ. നീ ഒരു ദൈവികതയുള്ള ഒരു മനുഷ്യനാണ്, വെറുതെ എന്തിന് ആയുസ് പാഴാക്കണം, അതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല. പക്ഷേ തോബിയാസ് പറഞ്ഞു, ദൈവനിശ്ചയം അതാണെങ്കിൽ വിവാഹം നടക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. തോബിയാസ് ഉമ്മ പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെ കുടുംബം തുടങ്ങുമെന്ന് ചോദിച്ചാൽ എവിടെ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ തുടങ്ങും. അവരൊന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിക്കുക. സാറ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അവര് മുട്ടുകും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിവാഹം കഴിച്ചതായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അപ്പനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അമ്മയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, ഏതൊരു ഭാര്യ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ വിവാഹം ആരംഭിച്ചിട്ട് വർഷങ്ങളായി എങ്കിൽ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എന്ന് ചെയ്യണം. അപ്പൊ ചെറുപ്പക്കാർ പറയും അത് അവർക്കുള്ള കാര്യം അല്ല. ഏതെങ്കിലും വ്യക്തികൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരും മനസ്സിൽ കുറിച്ചിടണം എന്താ ഇനി പറയാൻ പോകുന്ന വചനം എന്ന്. വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വചനം പറയും. തോബിയാസ് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ ഉയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അതിൽ നീ വികലതകളുണ്ടെങ്കിൽ അതും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ പത്നിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ സ്ത്രീകളും എന്ന് പറഞ്ഞാൽ 2 പേരെ കുടുംബ സാഹചര്യങ്ങൾ, പഠിച്ച സാഹചര്യങ്ങൾ, ജോലിയുടെ മേഖലകളൊക്കെ വ്യത്യാസമാണ്. അങ്ങനെ 2 വ്യക്തികൾ നമുക്ക് തന്നെ അറിയാമല്ലോ. കുടുംബത്തിന് 4 മക്കളും അപ്പനും അമ്മയാണെങ്കിൽ അപ്പനൊരഭിപ്രായം, അമ്മയ്ക്ക് അഭിപ്രായം, മക്കൾ 4 ഉണ്ടെങ്കിൽ 4 വഴിക്ക് 4 അഭിപ്രായം, അങ്ങനെ വരത്തുള്ളൂ. അവിടെയാണ് പറയുന്നത് 25 വർഷമായിട്ട് മുഖം കറപ്പിച്ചൊന്നും പറയണ്ടാണ്, വെറും തെറ്റിദ്ധാരണ മൗഢ്യമാ പറച്ചിൽ മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം എങ്കിലേ കുടുംബം വളരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു വരുന്ന നിങ്ങൾ പുറത്തോട്ടിറങ്ങി കശപിച്ച് തുടങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അഭിപ്രായങ്ങളുണ്ടാവാം. ജോഷിയുടെ അഭിപ്രായമുണ്ട്, അന്നമ്മയ്ക്ക് അഭിപ്രായങ്ങളുണ്ട്. തുറന്നു പറയാനും ജോഷിയുടെ അഭിപ്രായം അന്നമ്മയോട് തുറന്നു പറയാനും അന്നമ്മയുടെ അഭിപ്രായം ജോഷിയോട് തുറന്നു പറയുവാനും ഒരു തുറവിയും സ്വാതന്ത്ര്യവും കിട്ടിയാൽ നിങ്ങളുടെ കുടുംബജീവിതം വിജയിക്കും. മറിച്ച് അവൾ പറയുന്നത് എല്ലാം ആയിക്കോട്ടെ, അവൻ പറയുന്ന പോലെ എല്ലാം ആയിക്കോട്ടെ അല്ല, അത് അടിമ വ്യക്തത. ആ ഒരു അടിമത്തത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 2 പേര് ഇവിടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഓർക്കുക, ഇവരെ 2 പേരെ മുമ്പിലോട്ട് കയറ്റിയിരുത്തുന്നു, ഒരു വൈദികനെ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഈ ഞങ്ങൾ 3 പേരുടെ മാത്രം ഒരു ബിസിനസ് അല്ല വിവാഹമാണ് കൂദാശ. ഈ തൊട്ടുപുറകിൽ അനേകരിപ്പുണ്ട്, കുറച്ച് പേര് പുറത്ത് നിൽക്കുന്നു, വിറ്റതും കണ്ടേക്കാം, അറിയില്ല. എന്തായാലും ഇവർക്ക് പിന്നിലായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ പണ്ട് പറയും കല്യാണം ഉണ്ടാകാൻ പോവാന്ന് പറയും. തനി നാടൻ ഭാഷ കല്യാണം കൂടി അതിൻ്റെ ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ പറയുന്ന ഒരു ഒറ്റ വാക്ക് പറയുന്ന കല്യാണം ഉണ്ടാക്കുക. ഞാൻ പറയും കല്യാണം ഉണ്ടാകാൻ വേണ്ടി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുടുംബജീവിതം നയിക്കുന്ന അനേകരിപ്പുണ്ട്, അത് നല്ല എക്സ്പേർട്സ് ആയിട്ടിരിക്കുന്ന ഒരു തലയോട്ടൊക്കെ നോക്കി അറിയാം. 10, 20, 30 വർഷമൊക്കെ ആയിട്ട് വിവാഹിച്ചിരുന്ന് കഴിക്കുന്നവരുണ്ട്. കൊച്ചു പിള്ളേരെ നടത്തി പഠിപ്പിക്കുന്ന എങ്ങനെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു കൊച്ചും ചാടി എഴുന്നേറ്റ് പോകത്തില്ല. അതിങ്ങനെ പയ്യെ പിടിച്ചു നിന്നിട്ട് അതിനെ നടത്താൻ നേരം അപ്പനോ അമ്മയോ അടുത്ത ആൾക്കാരെങ്കിലും കൈ പിടിച്ചിട്ട് പിച്ച വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് അമ്മ
എന്നാ ചെയ്യും? കൈയൊന്ന് വിട്ടു നോക്കും. എന്താ, ഇഷ്ടമില്ലാഞ്ഞിട്ടാ, വീണോട്ടെന്ന് കരുതിയിട്ടാണോ? അല്ല, മറിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടും. അവൻ ബാലൻസ് ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ അവൻ സ്വന്തം കാലം നിൽക്കും.